എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുല്ലച്ചെടിയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്. ഇതിൽ ഒരുപാട് പൂവും മൊട്ടും ഇടാനുള്ള സൂത്രപ്പണിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എപ്പോഴും മുല്ലച്ചെടി വയ്ക്കുമ്പോൾ വലിയ പോട്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മൾക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ ഒരു 16 ഇഞ്ച് 18 ഇഞ്ച് പോട്ടിൽ വയ്ക്കാൻ ശ്രമിക്കണം. അങ്ങനെ പെട്ടെന്നൊന്നും രോഗങ്ങൾ പിടിപെടുന്ന ഒരു ചെടിയല്ല മുല്ലച്ചെടി. മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിന് പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമില്ല. ഇതിലങ്ങനെ പുഴു ശല്യം പൂച്ചി ശല്യം ഒന്നും അധികം പെട്ടെന്ന് വരാറില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് മുല്ലച്ചെടി. മുല്ലച്ചെടിയിൽ പൂ വരണമെങ്കിൽ നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വേണം ചെടിയെ വെക്കാൻ. നിങ്ങൾ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ 3 വെറൈറ്റി മുല്ലച്ചെടിയുണ്ട്. ഇത് സാധാരണ കാണുന്ന മുല്ലച്ചെടിയാണിത്. മറ്റൊരു വെറൈറ്റിയാണിത്. ഉണ്ടാവുന്ന പൂവ് വളരെ വലുതാണ്. ഇത് അടുക്കുമുല്ലയാണ്. ഒരു റോസാപ്പൂവിൻ്റെ സൈസിലാണ് ഇതിൽ പൂ വിടരുന്നത്. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇത് പിച്ചിപ്പൂവാണിത്. ഇതെല്ലാം പൂവെല്ലാം ഉണ്ടായി ഞാനിത് പ്രൂണിങ് ചെയ്ത് വിട്ടേക്കുന്നതാണ്. എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന മണ്ണ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. വെള്ളം കെട്ടി നിന്നാൽ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മുല്ലച്ചെടി നടാൻ കൊക്കോപീറ്റ്, ഗാർഡൻ സോയിൽ, ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ് ചേർന്ന മണ്ണ് നൽകുന്നതായിരിക്കും വളരെ നല്ലത്. കൊക്കോപീറ്റ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കൊക്കോപീറ്റിൽ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടായിരിക്കുന്നതാണ്. മുല്ലച്ചെടികൾക്ക് നമ്മൾ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും വിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും പൂ വന്ന് വാടിയതിന് ശേഷം നമ്മൾ ആ ഭാഗം കട്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇങ്ങനെ നുള്ളി എടുക്കുകയോ ചെയ്യണം. അപ്പോഴേ അതിൽ പുതിയ തളിരും പൂവും ഉണ്ടാകത്തുള്ളൂ. മുല്ലച്ചെടിയെ ആക്രമിക്കുന്നത് ഇതേപോലുള്ള പുഴുവും ചിലന്തിയുമാണ്. ചിലന്തി ഇലകൾ തമ്മിൽ കൂടുകെട്ടി വയ്ക്കാറുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഇലകൾ കണ്ടാൽ ഉടനെ തന്നെ അത് പിച്ചി കളയുന്നതാണ് നല്ലത്. ശാഖകൾ വളരെ ഹൈറ്റിൽ വളരുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് കളയണം. കാരണം അതിൽ പൂവ് വരാൻ സാധ്യതയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും ഇതിനെ പൂ വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അവിടെ പുതിയ തളിരുകൾ വന്ന് പുതിയ പൂക്കൾ വരില്ല. അതുകൊണ്ട് പൂ വിട്ടതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 3 ടിപ്സ് പറഞ്ഞു തരാം. നമ്മളുടെ എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ 3 വളങ്ങളാണ്. ഇത് ഒരു 1/2 കപ്പ് ദോശമാവാണ്. ഇത് നല്ല പുളിച്ച മാവാണ്. നല്ല പുളിച്ച മാവ് നിങ്ങൾ കളയാതെ ഇങ്ങനെ ചെടികൾക്കെല്ലാം യൂസ് ചെയ്ത് നോക്ക്. ഇത് നമുക്കിപ്പോൾ ഒരു 1/2 ബക്കറ്റ് വെള്ളത്തിലോട്ട് കലക്കാം. എത്രത്തോളം പുളിച്ച മാവാണോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് എല്ലാ ചെടികളുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മുല്ലച്ചെടിക്ക് മാത്രമല്ല, റോസിനും ചെമ്പരത്തിക്കും കിട്ടുന്ന എല്ലാ ചെടികൾക്കും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ടിപ്പാണ് പുളിച്ച മോര്. നമ്മുടെ വീട്ടിൽ പുളിച്ച മോരുണ്ടെങ്കിൽ അത് വേസ്റ്റായി കളയാതെ നിങ്ങൾ ഇതേപോലെ ഒരു 1/2 ബക്കറ്റ് വെള്ളത്തിൽ 1 കപ്പ് പുളിച്ച മോര് നന്നായിട്ട് കലക്കി ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നതാണ് ചെടികളിലെല്ലാം.
മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ ഓനിയൻ ബനാന ഫെർട്ടിലൈസർ. സവാളയുടെയും വാഴപ്പഴത്തിൻ്റെയും തോലെല്ലാം നമ്മളൊരു കുപ്പിയിലിട്ടിട്ട് അതിനകത്തോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അത് 1 ലിറ്റർ വെള്ളത്തിൽ തിരിച്ചു മിക്സ് ചെയ്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളിലെല്ലാം പൂവിടാൻ വളരെ സഹായിക്കുന്നതാണ്. അടുത്ത ടിപ്പാണ് മുല്ലച്ചെടികൾക്ക് വെയിൽ. വളരെയധികം വെയിൽ ഇഷ്ടമുള്ളൊരു ചെടിയാണ് മുല്ലച്ചെടി. നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നിങ്ങൾ ടെറസിൽ വെച്ചാൽ അത്രയും നല്ലത്. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ മുല്ലച്ചെടിയിൽ നിറയെ പൂവിടത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു.